GDP വളർച്ചയിൽ തിളങ്ങി ഭാരതം. സെപ്റ്റംബറിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ 8.2% വളർച്ച രേഖപ്പെടുത്തി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2.6% വർധനവാണ് GDP വളർച്ചയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതെല്ലാം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് GDP വളർച്ച? രോഹിണി, തീർച്ചയായും ഇപ്പോൾ നമുക്ക് റിയൽ GDPയിൽ 8.2% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇൻഫ്ലേഷൻ നിരക്കുകൾ, പണപ്പെരുപ്പ് നിരക്കുകൾ കഴിച്ചുള്ള വളർച്ചാ നിരക്കിലാണ് 8.2 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കണക്ക് തന്നെയാണത്. അപ്പം പ്രത്യേകിച്ചും പണപ്പെരുപ്പ് നിരക്ക് കൂടി കണക്കാക്കുമ്പോൾ GDP വളർച്ച 8.7%. 0.5% ഒരു ഇൻഫ്ലേഷൻ പോയിന്റ് കൂടി ഒഴിവാക്കിക്കൊണ്ടുള്ള റിയൽ GDPയിലാണ് 8.2 ഈ സെപ്റ്റംബറിൽ അവസാനിച്ച രണ്ടാം പാദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രാധാന്യമേറിയ ഘടകം. അതിൽ തന്നെ മറ്റൊരു സുപ്രധാന ഘടകം കൂടിയുള്ളത് 5.6% വളർച്ചയാണ് ഇതേ കാലയളവിൽ കഴിഞ്ഞ വർഷം നേടിയതെങ്കിൽ അതിൽ നിന്നും 2.6%-ലേറെ വളർച്ച ഉണ്ടായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുതന്നെ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ അല്ലെങ്കിൽ GDP രംഗത്ത് വളർച്ച രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ മുന്നേറ്റത്തിൻ്റെ അതിശക്തമായി വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്ന് വീണ്ടും അരക്കിട്ടുറപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ തെളിവ് കൂടിയാണ്. ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തത്, അതായത് നമുക്കറിയാവുന്നതാണ് ഏതൊരു വളർച്ചയ്ക്കും പ്രധാനമായും പല ഘടകങ്ങളുണ്ട്. ഇതിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടറുകൾ, അതായത് കൃഷി, അടിസ്ഥാന വ്യവസായങ്ങൾ, അതുപോലെ തന്നെ സ്വാഭാവികമായും മെറ്റൽ പ്രോസസ്സ് തുടങ്ങിയുള്ള മാനുഫാക്ചറിംഗ് രംഗം, അതുപോലെ തന്നെ ഈ സേവന രംഗം ഉൾപ്പെടെയുള്ള മൂന്നാം രംഗം, ഈ 3 ഘട്ടങ്ങളിലും 3 മേഖലകളിലും ശക്തമായൊരു സാന്നിധ്യമാകാൻ ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദ്വിതീയ രംഗത്ത് 8.1% വളർച്ചയും ഒരു മാക്രോ കണക്കുകളിലും, തൃതീയ രംഗങ്ങളിൽ 9.2%, സർവീസ് സെക്ടർ ഉൾപ്പെടെ കണക്കാക്കുമ്പോൾ 9.2% വളർച്ചയും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് 8%-ലേറെ ആ ഒരു പാദത്തിൽ, രണ്ടാം പാദത്തിൽ വളർച്ച ഉണ്ടാകാനുള്ള ഒരു കാരണമായി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇതിനെ സാമ്പത്തിക രംഗത്ത്, അതായത് ഫിനാൻഷ്യൽ, റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ള വളർച്ചയുടെ നിരക്ക് 10.2%. ഈ വളർച്ചാ നിരക്കാണ് GDPയിൽ വലിയ തോതിൽ സ്വാധീനിക്കുന്നത്. അതുപോലെ തന്നെ മറ്റോരോ രംഗങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഉത്പാദന രംഗത്ത് 9.1% വളർച്ച, നിർമ്മാണ രംഗം, അതായത് കെട്ടിട നിർമ്മാണം അതുപോലുള്ള നിർമ്മാണ രംഗങ്ങളിൽ 7.2% വളർച്ചയുണ്ടായിട്ടുണ്ട്. കാർഷിക അനുബന്ധ വ്യവസായങ്ങളുടെ ഭാഗമായെങ്കിൽ അവിടെ ഈ 3.5% വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് സേവനങ്ങളുടെ രംഗങ്ങളിലെല്ലാം തന്നെ 4.4% വളർച്ചയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യമെടുത്താലും 7.9% വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിൽ, ഓരോ ഘട്ടങ്ങളും അത് പ്രാഥമികമായ ക്ലാസിഫിക്കേഷനിൽ പരിശോധിച്ചാലും ഓരോ ഘടകങ്ങളെ പ്രത്യേകമായി പരിശോധിച്ചാലും കൃത്യമായ വളർച്ച രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മുന്നേറ്റത്തിലേക്ക് നയിക്കാൻ സാധിച്ചത്. തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ 26-27 സാമ്പത്തിക വർഷം വൻതോതിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് രണ്ടാം പാദത്തിലെ 8.2 എന്ന റിയൽ GDP ഗ്രോത്ത്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ നോമിനൽ GDP ഗ്രോത്ത് ആണെങ്കിൽ 8.7%, അതുപോലെ തന്നെ റിയൽ GDP ഗ്രോത്ത് 8.2% നിലനിർത്തുന്നു അല്ലെങ്കിൽ അച്ചീവ് ചെയ്തിരിക്കുന്നു എന്നതും, കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് 2.6% വളർച്ച അതേ കാലയളവിൽ ഉണ്ടായിരിക്കുന്നു എന്നതും കൃത്യമായ ചില സൂചനകളാണ് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നൽകുന്നത്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. രോഹിണി, ശരി. ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.